ഈ സ്ക്രീനില്ലാത്ത ബാൻഡിന് വർഷം കൊടുക്കണം 28,000 രൂപ. ഇതാണ് വൂപ്പ് ബാൻഡ്. കൃത്യം ഞാൻ ഏകദേശം 70 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ ഈ ബാൻഡ് വെയർ ചെയ്യുന്നുണ്ട്. യെസ്, 24/7. ആകെ ഊരി വെക്കുന്നത് ഞാൻ കുളിക്കുന്ന ടൈമിൽ മാത്രമാണ്. വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ടല്ല, വേറൊരു കാരണമുണ്ട്. എനിവേ, എനിക്ക് എന്തിന്റെ പ്രാന്തായിരുന്നു അറിയില്ല ഇത്രയും പൈസ മുടക്കി ഈ ഒരു സ്ക്രീൻ ഇല്ലാത്ത സാധനം, ഇതിനകത്ത് ടൈം പോലും കാണാൻ പറ്റാത്ത ഒരു സ്മാർട്ട് വാച്ച് അല്ല സ്മാർട്ട് ഫിറ്റ്നസ് ബാൻഡ് മേടിക്കേണ്ടതെന്ന്. ഇതൊരു റിവ്യൂ ഒന്നും അല്ല, എൻ്റെ 70 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്. സോ ദാറ്റ് നിങ്ങളും ഈ ഒരു സാധനം മേടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ചെലവാക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം. ഒരു ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാനൊരു ഫിറ്റ്നസ് പേഴ്സൺ ആയിരുന്നില്ല. എനിക്ക് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ MI ബാൻഡ് മേടിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റും, ഹാർട്ട് റേറ്റ് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് ഞാൻ എനിക്ക് തോന്നുന്നു 2020 സമയത്ത് ഒരു ഐഫോൺ എടുത്തപ്പോൾ ഒരു പൂതി തോന്നി. അന്ന് ഫ്ലിപ്കാർട്ടിൽ സെയിലിൽ ആപ്പിൾ വാച്ച് സീരീസ് 3 ഏകദേശം 16,000-15,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായി എന്നുള്ളതുകൊണ്ട് അന്ന് ഞാൻ സീരീസ് 3 വാങ്ങി. പിന്നെ അത്യാവശ്യം ആപ്പിൾ വാച്ചൊക്കെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് പേര് കേട്ടതായതുകൊണ്ട് ഞാനത് വാങ്ങിയത് കൊണ്ടും കോവിഡ് ടൈം ആയതുകൊണ്ടും വീട്ടിനകത്ത് ചെറുതായിട്ട് ഞാൻ എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങി, ഹോം വർക്കൗട്ടൊക്കെ. അന്നൊന്നും ഈ ഡയറ്റിനെ പറ്റിയൊന്നും ഒരു പിടിയില്ല. ഈ പ്രോട്ടീൻ എന്താ, ഫാറ്റ് എന്താ, ഇങ്ങനത്തെ കാര്യമേ അറിയില്ല. വീട്ടിലെന്താണ് ഉണ്ടാക്കുന്നത് അത് കഴിക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ, രാവിലെ ഇഡ്ഡലി കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, രാത്രി പുട്ട് കഴിക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഹെൽത്തിയാണെന്നും പറഞ്ഞ് അതൊക്കെ തിന്നുന്നു, ഒരു കാര്യമില്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നു. അന്ന് പാരൻസിൻ്റെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സോ വി കാൻ ബ്ലെയിം ദം. പിന്നീട് നമ്മൾ ജോലിയൊക്കെ കിട്ടി, സ്ഥലമൊക്കെ മാറി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി അങ്ങ് ഫിറ്റ്നസ് സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് തോന്നിയത്. ഞാൻ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഞാൻ ഐഫോണിൽ നിന്ന് മാറിയിട്ട് സാംസങ് പ്രൈമറി ഫോൺ ആക്കിയത്. അപ്പോൾ ആപ്പിൾ വാച്ച് ഒബ്വിയസ്ലി സ്ഥിരമായിട്ട് കെട്ടിക്കൊണ്ടിരുന്നാൽ അതുമായിട്ട് സിങ്ക് ആവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സാംസങ് വാച്ചിലേക്ക് മാറി. അപ്പോൾ ഞാൻ സാംസങ് വാച്ച് 5 Pro യൂസ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വാച്ച് 7 ആയി, പിന്നെ വാച്ച് 8 ക്ലാസിക് ആയി. അപ്പോൾ ആ ഒരു സാംസങ് ഈക്കോ സിസ്റ്റത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഞാൻ സ്ഥിരമായിട്ട് കൈ കെട്ടുന്നതുകൊണ്ട് എല്ലാ ദിവസവും സ്ലീപ്പ് എങ്ങനെയുണ്ട്, എൻ്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയുണ്ട്, വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് എങ്ങനെയുണ്ട്, ഇതൊക്കെ ട്രാക്ക് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പല ഫംഗ്ഷന് പോകുന്ന സമയത്തുണ്ടല്ലോ, സ്മാർട്ട് വാച്ച് തന്നെ കെട്ടി ചിലപ്പോൾ ഏത് ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം സ്മാർട്ട് വാച്ച് കെട്ടുമ്പോൾ അത് മാച്ച് ആവില്ല. നമുക്ക് വേറൊരു വാച്ച് കെട്ടണം എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് സ്മാർട്ട് വാച്ച് ഊരേണ്ടി വരും. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്കൊരു സൊല്യൂഷനായിട്ട് വൂപ്പ് എന്ന് പറയുന്നൊരു ബാൻഡ് ഉണ്ട്. അത് നമ്മൾ കൈ കെട്ടുവാണെങ്കിൽ മറ്റേ കയ്യിൽ നമുക്ക് വാച്ച് കെട്ടാലോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ഫിറ്റ്നസ് എടുക്കാൻ നമുക്ക് രണ്ടും കൽപ്പിച്ച് വൂപ്പ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിൽ പോയിട്ട് വൂപ്പിൻ്റെ വൂപ്പ് പീക്ക്, വൂപ്പ് 1 പീക്ക് ലൈഫ്, അങ്ങനെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ വൂപ്പ് പീക്കാണ് മേടിച്ചത്. ആസ് എവറി പേഴ്സൺ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് ബാൻഡ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച ഒരാൾ വൂപ്പ് കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ നോക്കി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം നോക്കും, എന്നിട്ട് വൂപ്പിൻ്റെ ചിഹ്നം നോക്കിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈവയ്ക്കും. വൂപ്പിൻ്റെ പരിപാടികളൊന്നും തന്നെ ഈ വൂപ്പ് ബാൻഡിൽ കാണില്ല. ഇതൊക്കെ ഫോണിലുള്ള വൂപ്പിൻ്റെ ആപ്പിനകത്താണ് കാണുന്നത്. വാച്ച് കെട്ടിയ പാടയിൽ തന്നെ ഞാൻ വൂപ്പിൻ്റെ ആപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കുന്തവുമില്ല. സത്യം പറഞ്ഞാൽ 1-2 അല്ല, ഒരാഴ്ച ആ ആപ്പിനകത്ത് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഒന്നും അപ്ഡേറ്റും ആവില്ല. പിന്നെയാണ് ഏകദേശം എൻ്റെ കൺസെപ്റ്റ് മനസ്സിലായത്. ബേസിക്കലി നമ്മൾ 24/7 ഈ സാധനം കൈ കെട്ടിക്കൊണ്ട് മിനിമം 7 ദിവസമെങ്കിലും കഴിഞ്ഞാൽ 8ാമത്തെ ദിവസമായിരിക്കും വൂപ്പ് നിങ്ങളെ പറ്റി പഠിക്കും. ഈ 7 ദിവസം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വൂപ്പ് കാലിബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ വൂപ്പ് കെട്ടിയിട്ട് ഇത് ഊരിയിട്ട് വേറെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഡാറ്റയും എനിക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. സോ 7 ദിവസം മിനിമം നിങ്ങളിത് കൈ കെട്ടിക്കൊണ്ടിരിക്കണം. സോ 24/7 കൈ കെട്ടെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ചാർജ് ചെയ്യുമെന്ന് വെച്ചാൽ, അത് ചാർജ് ചെയ്യാനായിട്ട് ഇതിങ്ങനൊരു സാധനം ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ വയർലെസ് ചാർജർ. ഇത് നമ്മൾ ഈ വാച്ചിൻ്റെ മേളിൽ ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചാർജ് ആവും വയർലെസ്ലി. ഈ ചാർജ് ആവുന്ന സമയത്ത് ഈ വയർലെസ് ബാറ്ററി പാക്ക് ചെറുതായിട്ട് ചൂടാവും, പക്ഷെ നമുക്ക് കയ്യിലൊന്നും അത് ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെയാണ് ഇത് വയർലെസ്ലി ചാർജ് ആവുന്നത്. അങ്ങനെ 7 ദിവസത്തിന് ശേഷം 8ാമത്തെ ദിവസം നോക്കുമ്പോൾ നമുക്ക് 3 റിങ്ങുകൾ കാണാൻ പറ്റും. സ്ലീപ്പ്, റിക്കവറി, സ്ട്രെയിൻ. സാധാരണ ഒരു സ്മാർട്ട് വാച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അയാളുടെ സ്റ്റെപ്പ്, ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടന്നോ, സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ടാസ്ക്. പിന്നെ രണ്ടാമത്തേത് ആ സമയത്തുള്ള ആളുടെ ഹാർട്ട് റേറ്റ്. പക്ഷേ ഇതിനകത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു വിലയുമില്ല. അതായത് ഇപ്പോൾ ഈ വൂപ്പ് ഞാൻ കൈ കെട്ടിയിട്ട് ഇങ്ങനെ കൈ ആട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വൂപ്പ് ആപ്പിനകത്ത് സ്റ്റെപ്പ് കൗണ്ട് കൂടും എന്നുള്ളതുകൊണ്ട് വൂപ്പ് സ്റ്റെപ്പ് കൗണ്ടിന് ഏറ്റവും ലീസ്റ്റ് പരിഗണനയാണ് കൊടുക്കുന്നത്. സോ സത്യത്തിൽ വൂപ്പ് എന്തിനാണ് പരിഗണന കൊടുക്കുന്നത്? ഹാർട്ട് റേറ്റിനാണോ? അല്ല, ഹാർട്ട് റേറ്റിനും അല്ല, HRV അഥവാ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. സാധാരണ സ്മാർട്ട് വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വൂപ്പ് 24 മണിക്കൂർ ഓണാണ്, കൈ കെട്ടിയ നിമിഷം തൊട്ട് ഓണാണ്. ആൻഡ് ഇതിൻ്റെ ഡാറ്റ എടുക്കുന്ന ആ ഒരു ഇൻ്റർവൽ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു സാധാരണ സ്മാർട്ട് വാച്ചുകൾ. കാരണം ഇതിനകത്ത് സ്ക്രീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മൈന്യൂട്ട് സ്കെയിലിൽ അങ്ങ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് ഹാർട്ട് റേറ്റ് മാത്രമല്ല ട്രാക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ബീറ്റ് വന്നു, അതിനുശേഷം അടുത്ത ഹാർട്ട് ബീറ്റ് വരില്ലേ, ഈ ഓരോ ബീറ്റിൻ്റെയും ഇടയിൽ
എത്ര നേരമാണ് ഗ്യാപ്പ് വരുന്നത്, ഹാർട്ട് റേറ്റ് എത്ര ആയിട്ടാണ് വേരി ചെയ്യുന്നത് എന്നാണ് ഇത് പ്രൈമറി ആയിട്ട് നോക്കുന്നത്. അല്ല, അത് നോക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യത്തെ 10 ദിവസം ഞാനും മണ്ടടിച്ചിരിക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് ഇവരുടെ സംഭവം എന്താണെന്ന് ചെറുതായിട്ട് പിടികിട്ടി തുടങ്ങിയത്. ഫസ്റ്റ് ഓഫ് ഓൾ മൈൻഡ് ചെയ്യുന്ന ഈ സാധനം ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കർ ആണ് എന്നുള്ള മെന്റാലിറ്റി എടുത്ത് കളയണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്തോ, ഇപ്പോൾ ജിമ്മിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓട്ടം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റിക്കവറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിക്കണം ആൻഡ് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ സാംസങ് വാച്ച് കെട്ടിക്കൊണ്ട് ഞാൻ ജിമ്മിൽ പോവാണ്. ഇന്ന് എനിക്ക് ചെസ്റ്റ് ആൻഡ് ഷോൾഡറിന്റെ വർക്കൗട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റും ഷോൾഡറും വർക്കൗട്ട് നല്ല മാക്സിമം PR ഒക്കെ അടിച്ച് ചെയ്തു. ജിമ്മ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം എക്സോസ്റ്റഡ് ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ജിമ്മിൽ എത്രത്തോളം ഹാർട്ട് റേറ്റ് ഒക്കെ പോയി എന്നുള്ള ഡേറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തു, ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ ബോഡി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തോരമാണ് കഷ്ടപ്പെട്ടത്. ഞാൻ ഈ കഷ്ടപ്പാട് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും? അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എത്ര നേരം എടുക്കും, എത്രത്തോളം ഉറക്കം വേണം, ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതാണ് വൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇന്നലെ രാത്രി എൻ്റെ ഉറക്കത്തിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നത് 82%. അതായത് 100% ഞാൻ ഉറങ്ങണമെങ്കിൽ 82% ഉറക്കമാണ് എൻ്റെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ആൻഡ് എൻ്റെ ബോഡി 91% റിക്കവർ ആയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വേറൊരു വട്ടം കണ്ടോ, സ്ട്രെയിൻ. ആ വട്ടത്തിൻ്റെ അറ്റത്ത് നിങ്ങൾക്കൊരു വെള്ള വര കാണാൻ പറ്റും. ആ വെള്ള വരയുടെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഗ്രേ കളറും കാണാനായിട്ട് പറ്റും. അത് അപ്പുറം ഇപ്പുറയും ഉണ്ട്. സോ ഈ റിക്കവറി എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബോഡിക്ക് എന്തോരം സ്ട്രെയിന് എടുക്കാനായിട്ട് പറ്റും, ഇന്ന് എൻ്റെ ബോഡിനെ കൊണ്ട് എന്തോരം കഷ്ടപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു സാധനമാണ്. ആൻഡ് ഈ കാണിക്കുന്ന സ്ട്രെയിനിൽ ആ നീല നീങ്ങി വരുന്നത് എൻ്റെ ബോഡി എന്തോരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന റിക്കവറിൻ്റെ സ്കോർ നോക്കുക. ഇപ്പോൾ റിക്കവറി 92% ആണോ, അതിൻ്റെ തൊട്ടപ്പുറയുള്ള സ്ട്രെയിനിൻ്റെ അവിടെയുള്ള വര നോക്കുക. എന്നിട്ട് ആ ദിവസം ആ വര എത്തിക്കാനായിട്ട് നോക്കുക, നിങ്ങൾ ഓരോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ട്. കൃത്യം ആ വരയിലേക്ക് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്ത് നിങ്ങളുടെ സ്ട്രെയിൻ കൂട്ടി എത്തിച്ചു കഴിഞ്ഞാൽ യെസ്, നിങ്ങളുടെ ബോഡിക്ക് മാക്സിമം പറ്റാവുന്ന കപ്പാസിറ്റി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ വര വരെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ഇനിയും കഷ്ടപ്പെടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ വരയേക്കാളും കൂടുതൽ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിനെ കൊണ്ട് നിങ്ങൾ ഓവർ ടൈം പണിയെടുപ്പിക്കുവാണ്. പ്രശ്നമൊന്നുമില്ല, പക്ഷെ അടുത്ത ദിവസം കുറച്ചുകൂടി കൂടുതൽ റിക്കവറിക്ക് പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മതി. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ആ ഒരു റിക്കവറി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഡോട്ട് ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും. ആ സ്ട്രെയിൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും താഴെ നിന്നായിരിക്കും തുടങ്ങുന്നത്, ആ നീല. ആ സ്ട്രെയിനെ നമ്മൾ ചെയ്ത് ഈ റിക്കവറീൻ്റെ അവിടുമായിട്ട് കൂട്ടിമുട്ടിക്കണം. ആ കൂട്ടിമുട്ടിച്ചാൽ കറക്റ്റ്, കൂട്ടിമുട്ടിച്ചില്ലെങ്കിൽ ഇനിയും പൊട്ടൻഷ്യൽ. കൂട്ടിമുട്ടി അതിനും മേളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പണി കൂടുതലെടുപ്പിക്കുന്നതാണ്. ശരി, ഈ സ്ട്രെയിൻ എങ്ങനെയാണ് ഈ വൂപ്പ് കണ്ടുപിടിക്കുന്നതെന്നല്ലേ? അവിടെയാണ് ഈ കാണുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ഗ്രാഫ് വരുന്നത്. എൻ്റെ ഒരു ദിവസത്തെ സ്ട്രെസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പെറ്റിനെ കൊണ്ട് നടക്കാനായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യുവാണെങ്കിൽ ഈ സ്ട്രെസ്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. ദ മൊമെൻറ്റ് ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ എൻ്റെ സ്ട്രെസ്സ് കണ്ടോ നീലയായിട്ട് ഭയങ്കര താഴെയായിട്ട് വന്നിരിക്കുന്നത്. രാവിലെ എണീക്കുന്നവരെ അത് താഴെ തന്നെയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് വീണ്ടും സ്ട്രെസ്സ് കൂടി. അപ്പോൾ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ സ്ട്രെസ്സ് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേറെ ഒരു കാര്യത്തിനും സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ റിക്കവറിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു രസകരമായ കാര്യമുണ്ട്. പറയുന്നതിന് മുന്നേ ഇതിന് ഈ ഒരു ഡാറ്റ വെച്ച് മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ച് കാലിബ്രേഷൻ വേണം. അതിന് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നിങ്ങളോട് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ, നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചോ, നിങ്ങൾ കാഫീൻ അല്ലെങ്കിൽ കോഫി കുടിച്ചോ, ലാസ്റ്റ് എപ്പോഴാണ് കോഫി കുടിച്ചത്, നിങ്ങൾ ഷുഗർ കൺസ്യൂം ചെയ്തോ, പ്രോസസ്ഡ് ഫുഡ് കൺസ്യൂം ചെയ്തോ, നിങ്ങളിപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ടോ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ, ഇലക്ട്രോലൈറ്റ്സ് ORS എടുത്തിട്ടുണ്ടോ, ഇപ്പോൾ ക്രിയാറ്റിൻ എടുക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, കാറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് നടുവേന തോന്നിയോ, ഹെഡ് ഏക്ക് തോന്നിയോ, ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന വഴി ഈ ഒരു സാധനത്തിൻ്റെ സ്കോർ കാലിബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച്. ഇനി ഇത് പോട്ടെ, ഏറ്റവും മോശം റിക്കവറി ഉള്ള ഒരു ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിയേക്കുന്ന ഒരു സെക്ഷനിലുള്ള സ്ട്രെസ്സ് നോക്കി. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ഉറങ്ങിയ സമയം മൊത്തം സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പോലും എന്തിനെയോ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല. ബോഡിക്ക് പ്രോപ്പർലി നമ്മുടെ മസിലിനെ ഒന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇത് ഏറ്റവും യൂസ് എപ്പോഴാണെന്ന് അറിയോ, നമുക്ക് വയ്യായിക വരുന്നു എന്ന് ചിലപ്പോൾ മുൻകൂട്ടി അറിയാൻ പറ്റും. ഈ റെഡ് വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഞാൻ പനി പിടിച്ച് ഭയങ്കര ചുമയായിട്ട് വൈറൽ ഇൻഫെക്ഷനായിട്ട് കിടക്കുവാണ്. അതിന് മുന്നത്തെ ദിവസം വരെ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങി എണീറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കിയപ്പോൾ എൻ്റെ റിക്കവറി റെഡാണ്. കുറച്ച് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചുമ കൂടി, പനി വന്നു, അങ്ങനെ കിടപ്പിലായി. അപ്പോൾ അതിനെങ്ങനെ മനസ്സിലായി ഞാൻ
വയ്യാതെ ആവുകയാണെന്ന്. അവിടെയാണ് ഈ ഹെൽത്ത് മോണിറ്റർ എന്ന് പറഞ്ഞൊരു പാനൽ വരുന്നത്. നിങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടോ, നിങ്ങളുടെ ഹാർട്ട് ബീറ്റുകളുടെ ഇടയ്ക്കുള്ള വേരിയേഷൻ കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ വേരിയേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പട്ട നിങ്ങൾ ഹാർട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് എന്തിനെയോ നിങ്ങൾ ഉറങ്ങുമ്പോഴും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഹാർട്ട് ബീറ്റ് അഥവാ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് നിങ്ങളുടെ റെസ്പിറേറ്ററി റേറ്റ്, നിങ്ങൾ ശ്വാസം എടുക്കുന്ന ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെയോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തിനെയോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ടോട്ടലി വയ്യാതെ കിടക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ജിമ്മിലൊന്നും പോവില്ല. സപ്പോസ് ചെറിയൊരു ഇൻഫെക്ഷൻ ആണ്, നിങ്ങളുടെ ബോഡി ഇതിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോർമലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വൂപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, നോർമലായിട്ട് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ പോയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ കിടപ്പിലാവില്ലയോ എന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പക്ഷേ നിങ്ങളുടെ വൂപ്പ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്കവറി യെല്ലോയിലാണെന്ന് വിചാരിക്കുക. യെല്ലോയിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ അടുത്ത ദിവസം ആ ഒരു സ്ട്രെയിനിൻ്റെ വട്ടത്തിൻ്റെ ആ വരാന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. നിങ്ങൾ ഇത്രയും സ്ട്രെയിൻ എടുത്താൽ മതി. ഇതിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ചിലപ്പോൾ പണി കിട്ടും. ആ സമയത്ത് നിങ്ങൾ ആ ഗ്രാഫ് ഉപയോഗിച്ച് അത്രമാത്രം സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾ റിക്കവറായി, നിങ്ങളുടെ റിക്കവറി സ്കോർ ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ അടുത്ത ദിവസം തൊട്ട് വർക്കൗട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനത്തിനെ മാനിക്കാതെ നിങ്ങൾ യെല്ലോ സ്കോറുള്ള സമയത്ത് അതേപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ ബോഡിക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടോട്ടലി അങ്ങ് കിടപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ വൂപ്പിൻ്റെ ഉപയോഗം വരുന്നത്. ആൻഡ് ഈ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷൻ തരുന്ന വേറൊരു സാധനം എന്ന് വെച്ചാൽ ഈ പീക്ക് എന്ന് പറയുന്ന പ്ലാനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഹെൽത്ത് സ്പാൻ വരും. അതായത് നിങ്ങളുടെ ആക്ച്വൽ ഏജും നിങ്ങളുടെ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജും എത്രയാണെന്ന് കാണിക്കാൻ പറ്റും. ബേസിക്കലി ഒന്നുമില്ല, നിങ്ങളുടെ പ്രായത്തിന് ഒത്ത ഒരു പാരാമീറ്റർ ആണോ ഉള്ളത്, അല്ല നിങ്ങളുടെ പ്രായത്തിനേക്കാൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഏജ് ആവുന്നത് അല്ലെങ്കിൽ എത്ര കുറവിലാണ് നിങ്ങൾക്ക് ഏജ് ആവുന്നതെന്ന് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ആക്ച്വൽ ഏജിനേക്കാളും കൂടുതലാണ് ആ കാണിക്കുന്ന ഏജ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പെട്ടെന്ന് പ്രായമാക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ആ പ്രായം കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതും എണീക്കുന്ന സമയം കൃത്യമാക്കുക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമാക്കുക, നിങ്ങൾ എടുക്കുന്ന സ്ട്രെയിൻ കൃത്യമാക്കുക, സ്ട്രെസ്സ് കൃത്യമാക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൂപ്പിൻ്റെ ഹെൽത്ത് സ്പാന് ആ ഒരു നമ്പർ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ കൂടുതൽ യങ് ആയിട്ടിരിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നോർമലി നമ്മളൊരു അലാറം വെക്കുമ്പോൾ നമ്മൾ പറയുന്നപ്പോൾ 9:30 എന്ന് വെച്ചാൽ 9:30 അലാറം അടിക്കുന്നു, നമ്മൾ എണീക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ അലാറം വെക്കുന്ന സമയത്ത് നമുക്ക് പല ഗോൾ ചൂസ് ചെയ്യാം. ഞാൻ ഇന്നലെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു, അപ്പോൾ ഇന്ന് എനിക്ക് എത്ര നേരം ഉറക്കം വേണമെന്ന് അറിയില്ല. അപ്പോൾ വൂപ്പിന് ഇപ്പോൾ ഞാൻ പറയുകയാണ് 10:30 അലാറം വെക്കുവാണെങ്കിൽ അത് കാണിക്കും എൻ്റെ 100% സ്ലീപ്പ് നീഡ് എത്തുമോ ഇല്ലയോ എന്ന് ആ ഒരു ടൈമിലൂടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് 100% വേണ്ട, എനിക്ക് പച്ച കളർ ആയിക്കഴിഞ്ഞാൽ എന്നെ എണീപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 9:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30ക്കും 9:30ക്കും ഇടയിൽ എപ്പോഴാണോ ആ പച്ച കളർ ആവുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വൈബ്രേറ്റ് ചെയ്ത് നിങ്ങൾ എണീപ്പിക്കും. വൈബ്രേറ്റ് ചെയ്യും സാധനം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓവറായിട്ട് ഉറങ്ങിപ്പോവില്ല. അതായത് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്ര റിക്കവറി കിട്ടിക്കഴിഞ്ഞാൽ അതിനും മേളിൽ ഉറങ്ങുന്നത് നല്ലതല്ല, അതിൽ കുറവ് ഉറങ്ങുന്നത് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സ്ലീപ്പും നിങ്ങളുടെ റൊട്ടീനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു മൈൻഡ് സെറ്റ് വരും. അതായത് ഓക്കെ, എനിക്ക് ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്ക് ഞാൻ എണീക്കും, എന്നാലേ എൻ്റെ റിക്കവറി സ്കോർ നല്ലതാവുള്ളൂ, എന്നാലേ എൻ്റെ ബോഡിക്ക് ഇന്നലത്തെ അതേ ഒരു പെർഫോമൻസ് ഇന്നും കിട്ടുള്ളൂ. ഇനി ഈ സാധനം കൈ കെട്ടിരിക്കുമ്പോഴത്തേക്ക് സകല സാധനം ട്രാക്ക് ചെയ്യും. ഇപ്പോൾ ഇനിഷ്യലി ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആക്ടിവിറ്റി എന്നായിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. ആ ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി എൻ്റെ ഡോഗിനെ കൊണ്ട് വാക്കിന് പോകാറുണ്ട്. അപ്പോൾ ഇനിഷ്യലി അത് എന്ത് വാക്കാണെന്ന് അതിന് മനസ്സിലാവുന്നില്ല, ആക്ടിവിറ്റി എന്ന് വരുള്ളൂ. ഞാൻ ഡോഗ് വാക്കിംഗ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോഗ് വാക്കിംഗ് ആണെന്ന് ടാഗ് ചെയ്യും. ഓൾസോ ഞാൻ ഒരു ദിവസത്തെ ഒരു മാക്സിമം സ്ട്രെയിൻ എത്തി എന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെയിൻ എത്തുന്ന നിമിഷത്തിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്ട്രെയിൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് സൂചിപ്പിക്കുക. അതിലുപരി ഇവരുടേതായിട്ടുള്ള ചാറ്റ് ബോട്ടും ഉണ്ട്. അത് ബീറ്റ വെർഷനിലാണ്. അത് നമുക്ക് ചുമ്മാ നമ്മുടെ ഡേറ്റ വെച്ച് തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് അതിനോട് ചോദിക്കാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ട്സ് ഇപ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിനകത്ത് നമ്മുടെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് കറക്റ്റാണ്, ഏതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണതൊക്കെ കാണിക്കും. ഇപ്പോൾ എല്ലാ കൊല്ലവും നിങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ 6 മാസമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കുളിക്കുന്ന സമയത്ത് മാത്രം ഇത് ഊരി വെക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ട്രാപ്പ് ഫാബ്രിക് ആണെന്നുള്ളതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നനഞ്ഞ സ്ട്രാപ്പുമായിട്ട് നിങ്ങൾ കുറച്ച് നേരം നടക്കേണ്ടി വരും. ഇത് ഉണങ്ങുന്നത് വരെ ഐ ഡി നോട്ട് ഫീൽ ദാറ്റ് കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ മാറ്റി കെട്ടാറുണ്ട്. കാരണം ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഡസ്റ്റ് മോയ്സ്ചറൊക്കെ വരും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ കയ്യിൽ കെട്ടും. സോ കമ്മിങ് ടു ദി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ, 28,000 രൂപ ഇത് കൊടുക്കുന്നത് വെർത്താണോ ഈ സാധനത്തിന്? അത് എല്ലാ വർഷവും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ പർപ്പസ്. കാരണം നമ്മൾ പേ ചെയ്യുന്ന ഈ ഡിവൈസിനല്ല, ലോജിക്കലി ഈ ഡിവൈസ് ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ ആപ്പ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ഈ പൈസ കൊടുക്കുന്നത്. ആപ്പിൽ കാണിക്കുന്ന ഡേറ്റയുടെ ആക്യുറസി, ആക്ച്വലി നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആപ്പിനകത്ത് ഒരു സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നെറ്റ് വേണമെന്ന് പറയും. കാരണം എല്ലാം ക്ലൗഡിലാണ് ഇവർ പ്രോസസ് ചെയ്യുന്നത്. സോ ബേസിക്കലി വൂപ്പിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഇക്കൊല്ലം പൈസ കൊടുത്തല്ലോ, അടുത്ത കൊല്ലവും നിങ്ങൾ പൈസ കൊടുത്താലേ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായി, ഇതിൻ്റെ ഡേറ്റ
ആക്യുറേറ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ട് എന്ന് നിങ്ങൾ തോന്നിയാൽ മാത്രമല്ലേ നിങ്ങൾ റിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അവർ ഈ ഒരു ആപ്പിൻ്റെ എക്സ്പീരിയൻസ് അത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അടുത്ത കൊല്ലവും പൈസ കിട്ടുള്ളൂ. വിച്ച് മീൻസ് നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസയിൽ എന്തെങ്കിലുമൊക്കെ അവർ R&Dയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ വിട്ടുപോകും, അവർ വേറെ എന്തെങ്കിലും സാധനത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും വൂപ്പ് കില്ലർ എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൻ്റെ ഫിറ്റ്ബിറ്റ് എയറിനെ കമ്പയർ അല്ലെങ്കിൽ വേറെ പല ബ്രാൻഡുകളുടെയും ഈ ഒരു സാധനം കമ്പയർ ചെയ്യും. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ഫിറ്റ്ബിറ്റ് എയർ നിങ്ങൾ വാങ്ങിച്ചു, ശരിയാണ്, വൂപ്പിനേക്കാളും വില കുറവാണ്, വൺ ടൈം പർച്ചേസ് ആണ്. വൺ ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിളിന് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ലോയൽറ്റി അല്ല പോട്ടെ, എന്തെങ്കിലും കടപ്പാടുണ്ടോ? നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു, ഇനി എന്തായാലും ഗൂഗിളിന് പൈസ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരിന് R&D ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ ഡാറ്റയുടെ ആക്യുറസി കൂട്ടിയാൽ എന്താ, കൂട്ടിയില്ലെങ്കിൽ എന്താ, ദേ ഡോണ്ട് ഹാവ് എനി റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ദേ ഹാവ് ടു സെൽ മോർ യൂണിറ്റ്സ്. ബട്ട് വൂപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ, കാരണം ഇത് എല്ലാവരും പോയി വാങ്ങിക്കുന്ന കാര്യമല്ല, ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമാണ് വാങ്ങിക്കുന്നത്. ആ ലിമിറ്റഡ് സെറ്റ് ഓഫ് ആൾക്കാർ അടുത്ത കൊല്ലവും ഇത് റീസബ്സ്ക്രൈബ് ചെയ്താലേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അവർ R&D ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവാം. സോ ഞാനിത് അടുത്ത കൊല്ലം റിന്യൂ ചെയ്യുമല്ലോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ബട്ട് ടിൽ നൗ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാധാരണ ആളാണ്, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജിമ്മിൽ പോവും, കിട്ടുന്ന സമയം കിടന്നുറങ്ങും, ന്യൂട്രീഷനും ഡയറ്റും അതും ഇതൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിച്ചുകൊണ്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരു സ്മാർട്ട് വാച്ചിന് പകരമായിട്ട് അതീ കാണുന്ന സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വൂപ്പിൽ തല വെക്കരുത്. വൂപ്പ് സ്മാർട്ട് വാച്ചുള്ള ഒരു സാധനങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പോയിട്ട് വൂപ്പിൽ തല വെച്ചാൽ മതി. അല്ലാതെ ചുമ്മാ ഒരു ഇപ്പോൾ പല ആൾക്കാർ സ്റ്റേറ്റസ് സിമ്പിൾ എന്ന് പറഞ്ഞ് വൂപ്പ് മേടിച്ച് കയ്യിൽ കിട്ടുന്നുണ്ട്, എന്തിനാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് വൂപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആക്ച്വൽ ഉപയോഗം. ഇപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് ഈ വൂപ്പ് മേടിക്കുന്നത് വെർത്താണോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ആസ് എ കോമൺ മാൻ. സോ യെസ്, ഞാൻ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്തൂസിയാസ്റ്റോ ഒന്നും അല്ല, ആസ് എ കോമൺ മാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.